കേരള സർവകലാശാലയിലെ പരിപാടിയിൽ ഭാരതാംബയുടെ ചിത്രം വെച്ചതിൽ സംഘാടകർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാനൊരുങ്ങി സർവകലാശാല. പരിപാടിയിൽ ഭാരതാംബയുടെ ചിത്രം വെച്ചത് കരാറിന്റെ ലംഘനമാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ശ്രീ പത്മനാഭ സേവാ സമിതിക്കെതിരെ നടപടിയെടുക്കാൻ സർവകലാശാല തീരുമാനിച്ചത്. ഇന്നലെ നടന്ന സംഘർഷങ്ങളിലുണ്ടായ നാശനഷ്ടം കണക്കാക്കാൻ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. സെനറ്റ് ഹാൾ വിട്ടുകൊടുക്കുമ്പോൾ ചില നിയമാവലികൾ പാലിക്കേണ്ടതുണ്ടെന്ന് പത്മനാഭ സേവാ സമിതിയെ അറിയിച്ചിരുന്നു. മതപരമായ പ്രസംഗങ്ങൾ ഒഴിവാക്കണമെന്നാണ് നിയമാവലിയിൽ പറയുന്നത്. സർവകലാശാലയുടെ വിദ്യാഭ്യാസ സാംസ്കാരിക പ്രതിച്ഛായയ്ക്ക് ഹാനികരമാകുന്ന രീതിയിൽ പ്രവർത്തനങ്ങൾ ഉണ്ടാകരുതെന്നും നിയമാവലിയിൽ പറയുന്നു. കഴിഞ്ഞ ദിവസം പരിപാടിയിൽ ഭാരതാംബയുടെ ചിത്രം വെച്ചതോടുകൂടി മതപരമായ ദൃശ്യങ്ങൾ ഉപയോഗിച്ചുവെന്നാണ് രജിസ്ട്രാർ ചൂണ്ടിക്കാട്ടുന്നത്. പരിപാടി റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടും അത് നടത്തി. അതുകൊണ്ടാണ് പ്രതിഷേധങ്ങളുണ്ടായത്. അതുമൂലം സർവകലാശാലയ്ക്ക് അകത്ത് നാശനഷ്ടങ്ങളും ഉണ്ടായി. അതിന്റെ കണക്കെടുക്കാനും രജിസ്ട്രാർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം അടിയന്തരാവസ്ഥയുടെ 50 ആണ്ടുകൾ എന്ന പേരിൽ പത്മനാഭ സേവാഭാരതി എന്ന സംഘടന സംഘടിപ്പിച്ച പരിപാടിയിലാണ് കാവിക്കൊടി ഏന്തിയ ഭാരതാംബ ചിത്രം ഉൾപ്പെടുത്തിയത്. തുടർന്ന് സർവകലാശാലയുടെ പരിസരത്ത് SFIയും KSUവും ശക്തമായ പ്രതിഷേധം നടത്തിയിരുന്നു. പ്രതിഷേധിച്ചവരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയ സമയത്താണ് ഗവർണർ പരിപാടിക്കെത്തിയത്. പരിപാടി നടക്കുന്ന സമയത്തും SFI പ്രതിഷേധവുമായി രംഗത്തുണ്ടായിരുന്നു. തുടർന്ന് മറ്റൊരു ഗേറ്റിലൂടെയാണ് ഗവർണർ പുറത്തുപോയത്.